വീണ്ടും പരീക്ഷകളിൽ മാറ്റം അറിയിച്ചുകൊണ്ട് PSC പുതിയ നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഈ നോട്ടിഫിക്കേഷൻ അത് പറയുന്നതെന്ന് നോക്കാം. നമ്മുടെ ഫയർമാൻ പരീക്ഷ ഉൾപ്പെടെ ഒരുപാട് പരീക്ഷകൾക്ക് മാറ്റമുണ്ട്, ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ 2022 മാർച്ച് മാസം മുതൽ സംസ്ഥാനത്തെ വിദ്യാലയങ്ങൾ പൂർണ്ണതോതിൽ പ്രവർത്തനം ആരംഭിക്കുന്ന സാഹചര്യത്തിൽ 2022 മാർച്ച് മാസം മുതൽ കേരള PSC നടത്താൻ നിശ്ചയിച്ചിരുന്ന പരീക്ഷകളിൽ മാറ്റം വരുന്നുണ്ടെന്ന് നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് പരീക്ഷകളെന്നും എന്നത്തേക്കാണ് മാറ്റിയതെന്നും നമുക്ക് നോക്കാം. 2-3-2022 ബുധനാഴ്ച മൈക്രോബയോളജിസ്റ്റ് പരീക്ഷ 27-3-2022 ഞായറാഴ്ചയിലേക്ക്, എന്ന് വെച്ചാൽ 2-ാം തീയതിത്തെ പരീക്ഷ 27 മാർച്ച് മാസം ഞായറാഴ്ചത്തേക്കാണ് മാറ്റിയിട്ടുള്ളത്. മൈക്രോബയോളജിസ്റ്റിൻ്റെ പരീക്ഷയാണ്. പിന്നെയുള്ളത് വർക്ക് അസിസ്റ്റൻറ്റിൻ്റെ പരീക്ഷയാണ്. അത് 3-ാം തീയതി, എന്ന് വെച്ചാൽ മാർച്ച് മാസം 3-ാം തീയതി നടത്താൻ നിശ്ചയിച്ചിരുന്ന പരീക്ഷയെ 6-ാം തീയതിയിലോട്ട് മാറ്റിയിട്ടുണ്ട്. അതേപോലെ തന്നെ വെള്ളിയാഴ്ച 4-ാം തീയതി വെള്ളിയാഴ്ച നടത്താൻ നിശ്ചയിച്ചിരുന്ന ലാബ് അസിസ്റ്റൻറ്റിൻ്റെ പരീക്ഷ 12-ാം തീയതി ശനിയാഴ്ചത്തേക്ക് മാറ്റിയിട്ടുണ്ട്. പിന്നെ പറയുന്നത് നമ്മുടെ 8-ാം തീയതി നടത്താൻ നിശ്ചയിച്ചിട്ടുള്ള അഗ്രികൾച്ചറൽ ഓഫീസറിൻ്റെ പരീക്ഷയാണ് കേട്ടോ. 8-ാം തീയതി നടത്താൻ നിശ്ചയിച്ചിട്ടുള്ള അഗ്രികൾച്ചർ ഓഫീസറിൻ്റെ പരീക്ഷ 6-ാം തീയതിയിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അതേപോലെ 9-ാം തീയതി നടത്താൻ നിശ്ചയിച്ചിട്ടുള്ള സോഷ്യൽ വർക്കറിൻ്റെ പരീക്ഷ 23-ാം തീയതിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ 10-ാം തീയതി നടത്താൻ നിശ്ചയിച്ചിട്ടുള്ള നമ്മുടെ ഓപ്പറേറ്ററിൻ്റെ പരീക്ഷ 10-ാം തീയതി നടത്താൻ നിശ്ചയിച്ചിട്ടുള്ള ഓപ്പറേറ്ററിൻ്റെ പരീക്ഷ 25-ാം തീയതിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഞാൻ ഈ ഡേറ്റ് പറയുന്നതെല്ലാം മാർച്ച് മാസത്തെയാണ്, അതൊന്ന് ശ്രദ്ധിക്കണം. 11-ാം തീയതി നടത്താൻ നിശ്ചയിച്ചിട്ടുള്ള നമ്മുടെ ടെക്നീഷ്യൻ ഗ്രേഡ് 2 പരീക്ഷയെ 24-ാം തീയതിയിലേക്കാണ് മാറ്റിയിട്ടുള്ളത്. 11-ാം തീയതി നടത്താൻ നിശ്ചയിച്ചിട്ടുള്ള ടെക്നീഷ്യൻ ഗ്രേഡ് 2 പരീക്ഷ 24-ാം തീയതിയിലേക്കാണ് മാറ്റിയിട്ടുള്ളത്. അതുപോലെ തന്നെ 14-ാം തീയതി നടത്താൻ നിശ്ചയിച്ചിട്ടുള്ള HSA മാത്തമാറ്റിക്സിൻ്റെ പരീക്ഷ 25-ാം തീയതിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫയർമാൻ ട്രെയിനിയുടെ പരീക്ഷകളിൽ മാറ്റമുണ്ട്. 18-ാം തീയതി നടത്താൻ നിശ്ചയിച്ചിട്ടുള്ള പരീക്ഷയെ 13-ാം തീയതിയിലേക്കാണ് മാറ്റിയിട്ടുള്ളത്. ബാക്കി എല്ലാ പരീക്ഷയും നീട്ടിവെച്ചപ്പോഴത്തേക്കും ഇത് കുറച്ച് മുന്നത്തേക്കാക്കിയിട്ടുണ്ട്. 18-ാം തീയതി വെള്ളിയാഴ്ച നടത്താൻ നിശ്ചയിച്ചിട്ടുള്ള പരീക്ഷയെ 13-ാം തീയതി ഞായറാഴ്ച ാണ് മാറ്റിയിട്ടുള്ളത്. അത് നിങ്ങളൊന്ന് വളരെ വ്യക്തമായിട്ട് തന്നെ ശ്രദ്ധിച്ചിരിക്കുക. നമ്മുടെ ബാക്കി പരീക്ഷകൾ മാറ്റിയല്ലോ, ഫയർമാനിന് മാത്രമേ മാറ്റമുള്ളൂ. എക്സൈസിൻ്റെതും സിവിൽ പോലീസ് ഓഫീസറിൻ്റെതും പരീക്ഷ അന്ന് തന്നെ നടത്താനാണ് നിശ്ചയിച്ചിട്ടുള്ളത്. പിന്നെ 19-ാം തീയതി നടത്താൻ നിശ്ചയിച്ചിട്ടുണ്ടായിരുന്ന HSA സോഷ്യൽ സയൻസിൻ്റെ പരീക്ഷ 27-ാം തീയതിയിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. 22-ാം തീയതി ചൊവ്വാഴ്ചയിലെ കമ്പ്യൂട്ടർ അസിസ്റ്റൻറ്റിൻ്റെ മുഖ്യ പരീക്ഷ, അതും ശ്രദ്ധിക്കുക, കമ്പ്യൂട്ടർ അസിസ്റ്റൻറ്റിൻ്റെ മുഖ്യ പരീക്ഷ എന്ത് ചെയ്തിട്ടുണ്ട്, 26-ാം തീയതിയിലേക്ക് മാറ്റി വെച്ചിരിക്കുന്നു എന്ന കാര്യം ഇപ്പോൾ നമ്മുടെ നോട്ടിഫിക്കേഷനകത്ത് പറയുന്നുണ്ട്. വിശദവിവരങ്ങൾ അടങ്ങിയ പരീക്ഷാ കലണ്ടർ കേരള പബ്ലിക് സർവീസിന് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടെന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു അപ്ഡേറ്റിനകത്ത് പറയാനുള്ളത്. പരീക്ഷകൾ ചെറിയ തോതിലൊന്ന് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടത് മെയിനായിട്ട് ആൾക്കാർ ഫോക്കസ് ചെയ്യുന്ന പരീക്ഷയാണ് നമ്മുടെ ഫയർമാൻ ട്രെയിനിയുടെ മുഖ്യ പരീക്ഷ. അത് 18-ാം തീയതി ആയിരുന്നു, അതിനെ 13-ാം തീയതിയാണ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ 5 ദിവസം മുന്നെയാണ് പരീക്ഷ നടത്തുന്നത്. അതുപോലെ തന്നെ നമ്മുടെ കമ്പ്യൂട്ടർ അസിസ്റ്റൻറ്റിൻ്റെ പരീക്ഷ 22-ാം തീയതിയുള്ള കമ്പ്യൂട്ടർ അസിസ്റ്റൻറ്റിൻ്റെ പരീക്ഷയെ 26-ാം തീയതിയിലേക്കാണ് മാറ്റിയിട്ടുള്ളത്. തീർച്ചയായിട്ടും പഠനം മുടക്കരുത്. ക്ലാസ്സും നിങ്ങൾക്ക് ആവശ്യമുള്ള സപ്പോർട്ടും ക്ലാസ്സുമായിട്ട് ഞങ്ങൾ ബാക്കിൽ തന്നെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള ഈ ഒരു PDF ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യുക. ഞാൻ ഈ ഒരു PDF ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്തേക്കാം. അപ്പോൾ തീർച്ചയായും പുതിയ നോട്ടിഫിക്കേഷൻസ് അറിയുന്നതിനൊപ്പം തന്നെ നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. എന്തായാലും പുതിയ നോട്ടിഫിക്കേഷൻസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്തെങ്കിൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ക്ലാസ്സുകളും വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ കാണുന്നവരേക്കും ഗുഡ് ബൈ.